നമുക്ക് ക്യൂട്ടായിട്ട് കുറച്ച് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ജേണൽ സപ്ലൈസ് മാത്രമല്ല, ഞാൻ ഒരു DIY ജേണൽ ബുക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഓടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അത് ഒട്ടിച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ജേണൽ സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്കെച്ച് ബുക്കിലൊരു പേജാണ്. അതിൽ ഇതുപോലെ കുറച്ച് വട്ടം വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കിളികൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിക്കർ ഇതുപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വരയ്ക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ പോട്ടാണ്. സോറി, ഫ്ലവർ പോട്ടല്ല, കാക്ടസ് പ്ലാന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കുന്നത് നമ്മുടെ മാഷ്മെല്ലോ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഒക്കെ വരച്ചു കൊടുക്കാം. വല്ലാത്ത സൗണ്ടാണല്ലോ ഈ കിളികളെ കൊണ്ട്. കിളികളൊക്കെ വീട്ടിൽ കയറുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സ്കൂൾ വിട്ട പോലെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഞാൻ വോയിസ് കൊടുക്കുന്നത് വൈകുന്നേരമാണ്, പക്ഷെ നമുക്ക് രാത്രി അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞാൻ എത്ര സൗണ്ട് ഉണ്ടെങ്കിലും വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള ഇമേജസ് ഒക്കെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനപ്പോൾ കുറച്ചൊക്കെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേയൊക്കെ എനിക്ക് തോന്നുന്നത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇമേജ് വരച്ചു കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ജെൽപ്പനോ എന്തുണ്ടെങ്കിലും ഇതുപോലെ ഔട്ടർ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജിനെ നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ ഞാൻ വൈറ്റ്നർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആദ്യം തന്നെ ഞാൻ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ സ്റ്റിക്കേഴ്സും ഇതുപോലെ കട്ട് ചെയ്യാണ്. ഞാനപ്പോൾ പെൻസിലോണ്ടാണ് റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പെൻസിലോണ്ട് വരച്ചത് കാണാത്ത രീതിയിലാണ് ഞാൻ കുറച്ച് ഉള്ളിലേക്കാക്കിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ഗീവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ചെയ്തോ. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് സപ്ലൈസ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യൂട്ടായിട്ടുള്ള വാഷി ടേപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ വാഷി ടേപ്പിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു A4 ഷീറ്റിൽ നിന്ന് ഫുള്ളായിട്ട് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10 വാഷി ടേപ്പൊക്കെ കിട്ടും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനെയും കുറച്ച് കളർ അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള വാട്ടർ കളറിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ കളേഴ്സും കുറച്ച് ക്യൂട്ടാക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ലൈറ്റ് പിങ്ക്, ലൈറ്റ് യെല്ലോ, ലൈറ്റ് ബ്ലൂ, അങ്ങനെ പല കളേഴ്സിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഞാൻ പ്ലെയിൻ കളറാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കളേഴ്സൊക്കെ ഇതിരി ഡാർക്കാണ്, അതിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും ആയത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പ്ലെയിൻ ആയിട്ടുള്ള നമ്മുടെ വാഷി ടേപ്പിൽ ഇതുപോലെ കുറച്ച് കൗ പ്രിൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു കളർ അടിച്ചിട്ടുണ്ടായിരുന്ന വാഷി ടേപ്പിൽ ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഫ്ലവേഴ്സ് തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാഷി ടേപ്പിൽ ഞാൻ ഇതുപോലെ കുറച്ച് ടുലിപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ടുലിപ്സ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാവും. കാരണം വേറൊന്നല്ല, എനിക്ക് വരയ്ക്കാൻ അറിയുന്ന ഫ്ലവേഴ്സിൽ ടുലിപ്സ് ആണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു പർപ്പിൾ കളർ വാഷി ടേപ്പിൽ ഞാൻ കുറച്ച് വൈറ്റ് കളർ സ്റ്റാർ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലിപ്പോൾ വൈറ്റ് കളർ ജെൽ പെൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചാൽ മതി. ഞാനിവിടെ വൈറ്റ്നറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വാഷി ടേപ്പ് കേട്ടോ. അടുത്ത വാഷി ടേപ്പ് കുറച്ച് ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ച് വൈറ്റ് കളർ ക്ലൗഡ്സ് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും നമ്മുടെ വൈറ്റ്നർ വെച്ചിട്ട് ക്ലൗഡ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നത്തെ വാഷി ടേപ്പ് നമ്മുടെ ഗ്രിഡ് ലൈൻസ് ആണ്, ഞാനത് വിട്ടുപോയതാണ്. പിന്നെ നെക്സ്റ്റ് വാഷി ടേപ്പിൽ ഞാൻ ഇതുപോലെ കുറച്ച് ഹാർട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വാഷി ടേപ്പിൽ നമ്മുടെ കോൺ ഐസ്ക്രീം വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ഞാൻ വേറെ 4 വാഷി ടേപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസിൻ്റെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റാമ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ A4 ഷീറ്റ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മടക്കിയിട്ട് ഒന്നും കൂടി ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. ആ ഒരു മടക്ക് വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു A4 ഷീറ്റിൽ നിന്ന് 4 പീസ് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റാമ്പിന് എത്ര നീളമാണോ വേണ്ടത് ആ ഒരു സൈസിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇതുപോലെയാണ് മടക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കീറി എടുക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റാമ്പ് കിട്ടും. ഞാനപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ
3-4 സ്റ്റാമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ക്യൂട്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓറഞ്ചിൻ്റെ സ്റ്റാമ്പാണ് വരയ്ക്കുന്നത്. പിന്നെ ക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മൈൻഡിൽ വരാം ഈ ഓറഞ്ചും സ്ട്രോബെറീസും അതുപോലെ തന്നെ ട്യൂലിപ്സൊക്കെയാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറേ അധികം പേര് നമ്മളെ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ കമൻറ്റും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഗീവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോക്ക് താഴെയാണ് കമൻറ്റ് വരേണ്ടത്. ആ ഒരു വീഡിയോയുടെ കമൻറ്റിൽ നിന്നാണ് നമ്മൾ ഗീവ് അവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്റ്റാമ്പ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാതും കളറടിച്ച് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ബുക്കിന് ചട്ടയിടണ്ടേ. അപ്പോൾ ബുക്കൊക്കെ കുറേ നേരമായി ഉണങ്ങിയിട്ട് സെറ്റായിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് കണ്ടില്ലേ എല്ലാ പേജസും നല്ല നീറ്റായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനിവിടെ നമ്മളെ ബുക്കിന് ചട്ടയിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ചട്ടയുടെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നമ്മളെ ബുക്ക് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ബുക്കിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചട്ടയുടെ ഈ ഭാഗം നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ പേപ്പറിലൊന്നും കവർ ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ ഒട്ടിക്കാന്ന്. അങ്ങനെ ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളെ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഞാൻ ആ ഡിസൈൻ വരുന്ന ഭാഗം ഉള്ളിലേക്കാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ചട്ട ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അത് അപ്പുറത്തെ സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചട്ട വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, കാരണം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെയും തടിയുള്ളൊരു ബുക്കായേനെ, ഇത് പക്ഷേ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചട്ട ഒട്ടിക്കുന്ന കാരണം നമുക്ക് തുറക്കാൻ അടക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ. പിന്നെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചൊരു കളർ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തത് നമ്മളുടെ റെഡ് കളർ പെയിൻറ്റും പിന്നെ ഒരു ലൈറ്റ് കളറ് പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറാക്കിയിട്ടുള്ളത്. ഈ ഒരു കളർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മൈൻഡിൽ അയ്യോ ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉള്ളിൽ ഇതുപോലൊരു പേജ് വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മളെ ബുക്കുമ്മൽക്ക് പെയിൻ്റ് ആവാണ്ടിരിക്കാനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ റെഡ് കളർ പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ലൈറ്റ് കളർ പിങ്ക് വെച്ചിട്ട് കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം ഞാൻ ബുക്കിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കുന്ന ഭാഗം വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈന് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ്. നമ്മളുടെ ബുക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ തുറക്കാനും അടക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ബുക്കുകളിൽ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ബുക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ജേർണലിങ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ട്രോബെറി തീം തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ജേർണലിങ് ഒട്ടും പ്രീ പ്ലാൻഡ് അല്ല കേട്ടോ, കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ജേർണലിംഗ് കൂടെ ചെയ്താലോ എന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ വേറെ റെഫറൻസ് ഒന്നും നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയുന്നതല്ല, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എഴുതാനുള്ളതൊന്ന് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നതാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് ഞാനിതുപോലെ മിനി ജേർണലിംഗ് ചെയ്യാൻ എടുത്താലോ എന്നിങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സപ്ലൈസ് ഞാൻ ഇതുപോലെ നമ്മൾ മുന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ബാഗിലാണ് ഇട്ട് വെക്കുന്നത്. ഈ ഒരു ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.